ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഹോം മെയ്ഡായിട്ട് ഒരു ഡ്രീം കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 4 കോഴിമുട്ട മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ആവശ്യം. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ ഫ്ലോർ മിക്സ് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്, ഇത്രയും കൂടി 2 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ട നല്ല ക്രീമി ആയിട്ട് നമ്മളിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് വളരെ ചെറിയ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്ലോർ മിക്സ് പകുതി ഭാഗം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നമ്മൾ വളരെ സ്ലോ സ്പീഡിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ ഒരു സ്പാച്ചില ഉപയോഗിച്ച് ഫോൾഡ് ചെയ്തെടുത്താലും മതി. അടുത്തതായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 1/4 കപ്പ് പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അത് ചേർത്ത് കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി ഫ്ലോർ മിക്സ് കൂടി ചേർത്ത് വളരെ സ്ലോ സ്പീഡിൽ തന്നെ വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഫൈനലി കിട്ടുന്നത്. കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചോറ്റ് പാത്രമാണ്. അതിലൊന്ന് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം മൈദ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടൈപ്പിലുള്ള കേക്കും ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇതിൽ. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം ബാറ്റർ ഒഴിച്ചാൽ മതി. ഞാനിവിടെ ഒരു 3-4 പാത്രങ്ങൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്. എല്ലാ ബാറ്ററും നമ്മൾ ഇതേപോലെ പാത്രങ്ങളിൽ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ സ്റ്റൗവിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നല്ല അടപ്പുള്ളൊരു പാത്രം ഹീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 30 മിനിറ്റ്സ് കൊണ്ടൊക്കെ തന്നെ ബേക്കായി കിട്ടും. ഞാനിവിടെ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. 30 മിനിറ്റ് കൊണ്ട് നമുക്കിത് ബേക്ക് ചെയ്ത് കിട്ടുന്നതാണ്. നമ്മുടെ ചോക്ലേറ്റ് ലെയറിന് വേണ്ടിയിട്ട് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചോക്ലേറ്റൊക്കെ മെൽറ്റായിട്ട് കിട്ടുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരുന്നത് വരെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ കേക്ക് സോക്ക് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് ചെറു ചൂട് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗണാഷ് ചേർത്ത് കൊടുക്കാം. ഇത് കേക്കിൽ ചെറുതായിട്ടൊന്ന് സോക്ക് ചെയ്താൽ മതി. ഇനി നമ്മുടെ ക്രീം തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫായിട്ട് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഗണാഷാണ്. നമ്മൾ തണുക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഗണാഷ് നമുക്കിതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. 1/4 ഭാഗമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് മിക്സായി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. നമ്മുടെ ചോക്ലേറ്റ് ഗണാഷും വിപ്പിംഗ് ക്രീമും നന്നായിട്ട് ഇപ്പോൾ ഒന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലാണ് നമുക്കിവിടെ ഇത് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ലെയർ ചെയ്ത് തുടങ്ങാം. നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് മിൽക്ക് മെയ്ഡാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. കയ്യിലുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിലാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം അവസാനമായിട്ട് ഒരു അരിപ്പയിലൂടെ നമുക്ക് ബൂസ്റ്റാണ് ഡസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഡ്രീം കേക്ക് ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഡ്രീം കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്